പറ്റണം. ഏതൊരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായി ആ കാര്യം ചെയ്യുക എന്നുള്ളൊരു ശീലമുള്ള ഒരു വ്യക്തിത്വമാണ് സുധീർ സാർ. വളരെ പവർഫുൾ ലീഡർ. കാരണം അതെനിക്ക് മനസ്സിലായത് ഒരു പ്രാവശ്യം രാജസ്ഥാൻ കമ്പനി വിസിറ്റിങ്ങിൽ പോയപ്പോ ഒരു പറ്റം ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനും അതിന് വണ്ടി ഏൽപ്പിക്കാനും അവരെ ഒരുമിച്ച് ആ സ്ഥലങ്ങൾ കൊണ്ട് കാണിക്കാനും ആ ഒരു ഉത്തരവാദിത്തം സുധീർ സാറിനെ ഏൽപ്പിച്ചു. അത് ഞാൻ ചിന്തിച്ചതിലും 10 മടങ്ങ് ആ കാര്യം കൃത്യമായും വ്യക്തതയോടുകൂടിയും കൂടെ ഉള്ള ആളുകൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ ആ കാര്യം കൃത്യമായി ചെയ്തപ്പോൾ അന്ന് ഞാൻ വിലയിരുത്തി ഇത് ഒരു നിസ്സാര വ്യക്തിത്വമല്ല, ഒരു പവർഫുൾ ലീഡറാണ് എന്ന് മനസ്സിലാക്കി. വളരെ രസകരമായിട്ടും വളരെ ഉത്സാഹത്തോടു കൂടിയിട്ടും ഇന്ന് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിത്വം. താങ്ക് യു സുധീർ സാർ. നല്ല ഒരു സ്വാഗതം. അതേപോലെ തന്നെ ഈ ഓണാഘോഷത്തില് തലക്കെട്ട് കെട്ടി ആ ഓരോ ഓണത്തനിമ നിലനിർത്തിയിട്ട് തന്നെയാണ് ആൾ ഇരിക്കുന്നത്. എന്തായാലും വളരെ സന്തോഷം. എല്ലാവർക്കും ഓണം ആശംസകൾ. അനിൽ സാറൊക്കെ ഇവിടെ മെസ്സേജ് കൊടുക്കാൻ വേണ്ടി റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ പിന്നെ എല്ലാവരെയും വീഡിയോയിൽ കാണാത്തത് കൊണ്ട് ഞാൻ ഇനി റെഡി ആയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ആണ് ഞാൻ തുടക്കം തന്നെ സംസാരിക്കാൻ പറഞ്ഞു. എന്തായാലും എല്ലാ ലീഡേഴ്സും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വിജു സാർ വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും എല്ലാ ടെക്നിക്കൽ ലീഡേഴ്സും എന്റെ സംസാരം കഴിയുന്നതിലും മുന്നേ വീഡിയോയിൽ വരുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. ഇവിടെ ചെറിയ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോ എനിക്ക് തോന്നിയത് തങ്കൻ ടീച്ചറെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞതെന്നാണ് തോന്നുന്നത്. കാരണം ഇന്ന് നമ്മുടെ ഏറ്റവും യങ് ആയിട്ട് നിൽക്കുന്ന തങ്കൻ ടീച്ചർ പോലും ഈ തിരുവോണ നാളില് വളരെ ഉത്സാഹത്തോടു കൂടി ഈ ഒരു പ്രോഗ്രാമിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ടീമിന് ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഈ ഒരു പ്രായത്തിലും വെളുപ്പിന് എണീറ്റ് ഈ ഒരു പൻപുലരിയില് ഇരുന്ന് നമ്മളോടൊപ്പം ആർസിമിന്റെ നന്മ ഉൾക്കൊണ്ട് ആ ഒരു വ്യക്തിത്വം നിലനിൽക്കുമ്പോൾ നമുക്ക് എന്നും അതൊരു ഊർജമാണ്. എന്നും അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു വ്യക്തിത്വമായിട്ട് ഇന്ന് തങ്കൻ ടീച്ചർ നമ്മുടെ മുന്നിൽ ഉണ്ട്. വളരെ അഭിമാനം, സന്തോഷം. തങ്കൻ ടീച്ചർ, ഓണം ആശംസകൾ. എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല. ഇന്ന് കൂടുതൽ ആളുകൾ വീഡിയോ ഓൺ ചെയ്ത് വന്നിട്ടുണ്ട് ഓണൊക്കെ അതിന്റെ അടിസ്ഥാനത്തില്. അതിൽ വളരെ സന്തോഷം. വിജു സാറ് കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും ഒരു വ്യത്യസ്തമായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, എന്തായാലും സന്തോഷം. ഈ ഒരു ഓണനാളില് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കാനും സന്തോഷമാണ് അല്ലെ? എല്ലാവർക്കും സന്തോഷം. മൈക്ക് മ്യൂട്ട് ചെയ്യാം, അവർ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ. സന്തോഷം നമ്മൾ പറയാറുണ്ട്, ഡോക്ടർ രാജൻ സാറൊക്കെ ക്ലാസ്സിൽ പറയാറുണ്ട്, എല്ലാം നമ്മൾ ചെയ്യുന്നത് സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. എല്ലാം ചെയ്യുന്നത് സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ? പൈസ കിട്ടാൻ വേണ്ടി ജോലി ചെയ്യുന്നു. പൈസ കിട്ടിയിട്ട് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പിന്നാമ്പറത്ത് പോയി 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 നോക്കുമ്പോ അതിന്റെ അവസാനം അതുകൊണ്ടൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാ അല്ലെ? നമ്മൾ കൂട്ടായ്മയിൽ എന്തിനു പോകുന്നു അല്ലെ? ഓണാഘോഷത്തിന് പങ്കെടുത്തു. അവിടെ എന്താ നമുക്ക് കിട്ടിയേ? ഒരു സന്തോഷാണ് കിട്ടിയേ. പലരും പറയും സദ്യ കിട്ടി. സദ്യ കഴിച്ചപ്പോ എന്ത് തോന്നി? സന്തോഷം തോന്നി അല്ല? അതിന്റെ പിന്നാമ്പറത്ത് എപ്പോഴും ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് ജനങ്ങള് ഓരോ കാര്യങ്ങളും ചെയ്യുന്നു. സന്തോഷമാണ് പ്രധാനം. അതുകൊണ്ട് നമ്മൾ ആർസിഎം എന്ന ഈ ഒരു ബിസിനസ്സില് സന്തോഷം കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നില്ലെങ്കിൽ, നമ്മൾ ആ സന്തോഷം ആർസിഎമ്മില് കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ചിന്താഗതിയും നമ്മുടെ പ്രവർത്തനങ്ങളും ഒന്ന് മാറണം.
അത് മാറ്റിയാൽ ആ സന്തോഷം ഇവിടെയുണ്ട്. പക്ഷെ പല ആളുകളും ആർസിമില് ആ സന്തോഷം കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ സന്തോഷം കണ്ടെത്തി തുടങ്ങിയാൽ ആർസിമില് നിങ്ങൾ യഥാർത്ഥ പാതയിലാണ് എന്ന് വിശ്വസിച്ചോളൂ. പിന്നെ ആ പാതയിൽ നിന്ന് വ്യതിചലിക്കരുത്, പിന്നെ നിൽക്കരുത്. പിന്നെ നമുക്ക് അവിടെ മുന്നേറാനുള്ള ഒരു അവസരമാണ്. സന്തോഷം കണ്ടെത്താൻ നമുക്കായി തുടങ്ങിയാൽ പിന്നെ ആ വ്യക്തി പടിപടിയായിട്ട് ആർസിമിലൂടെ വിജയിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് സന്തോഷം കണ്ടെത്തുക എന്ന് വളരെ പ്രധാനമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഒരു കൂടുതൽ ദീർഘദൂര സമയം നമുക്ക് എന്താണ് ഒരു സംഭാഷണം നമ്മൾ ആഗ്രഹിക്കുന്നില്ല. കാരണം എല്ലാവർക്കും സംസാരിക്കണം, എല്ലാവർക്കും ഓണാശംസകൾ പറയണം. അതിൻ്റെ ഇടയിൽ പാട്ടും രണ്ടുപേര് മൂളേണ്ടവർക്ക് മൂളാം. അപ്പോൾ ഒരു എൻജോയ്മെന്റ് മൂഡിലാണ് ഈ ഒരു ഇന്നത്തെ പൺപല്ലരി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സുധീർ സാറിനെ ഈ ഒരു കാര്യം ഏൽപ്പിച്ചിരിക്കുന്നത്. കാരണം എൻജോയ്മെന്റ് മൂഡിലേക്ക് ഏതൊരു കാര്യം കൊണ്ടുപോവാൻ അത് സുധീർ സാറിനെ അപ്പുറത്ത് കൊമ്പടി നമ്മുടെ ടീമിൽ ആരുമില്ല. കാരണം ആള് വളരെ ഉത്സാഹത്തോടു കൂടി ആ രീതിയിൽ കൊണ്ടുപോകും. കാരണം ഈ കൊമ്പടി ഞാമക്കൽ നടന്ന നമ്മുടെ ഓണാഘോഷത്തില് കുറച്ച് സമയം ആള് MC ആയിട്ട് നിന്നു. ആളുകൾ വളരെ ത്രില്ലടിച്ചത് ആ ഒരു സമയത്താണ്. കാരണം അവിടെ കുറച്ച് കോമഡി ഒക്കെ ഉൾപ്പെടുത്തി ആളുകൾ എല്ലാവരും ഉൾപ്പെടുത്തി ആ രീതിയിലുള്ള സംസാരം. അപ്പൊ അതുകൊണ്ട് ഇന്ന് ആ രീതിയിലാണ് ഇന്നത്തെ പൺപല്ലി പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്റെ പേര് സജീവ് കുമാർ, കൊമ്പടി ഞാമക്കലാണ്, സ്റ്റാർ എമറാൾഡാണ്. നമുക്ക് സന്തോഷം കണ്ടെത്താൻ 5 വഴികൾ, അതാണ് ഇന്നത്തെ എൻ്റെ ചെറിയൊരു മെസ്സേജ്. നമ്മൾ വീട്ടിലേക്ക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് അല്ലെ? നല്ല ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് സന്തോഷം കണ്ടെത്തും. സെയിൽ ചെയ്ത് അതിലൂടെ ഒരു വരുമാന മാർഗം കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. ഷോപ്പ് ഇട്ടുകൊണ്ട് നമുക്ക് ഹോം ഷോപ്പ് ആയിക്കോട്ടെ അല്ലാത്ത ഷോപ്പ് ആയിക്കോട്ടെ അവിടെ സെയിൽ വരുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. ടീം ബിൽഡിങ് ചെയ്തിട്ട് നമുക്ക് സന്തോഷമാണോ അല്ലെങ്കിൽ സന്തോഷം നമുക്ക് ഇല്ലാതെ വരുന്നുണ്ടോ? JRCയും ഗുഡാർസിയും ഇതാണ് ടീം ബിൽഡിംഗ് ആണ് പല ആളുകൾക്കും ഇവിടെ കൂടുതൽ മുന്നോട്ട് പോകാൻ സാധിക്കാത്തത്. ടീം ബിൽഡിംഗ് ആണ് പല ആൾക്കും സാധിക്കാത്തത്. കാരണം കുറെ ആളുകളെ കൂട്ടിച്ചേർത്ത് ഒരുമിച്ച് നിർത്തുക എന്ന് പറയുന്നത് അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചില ആളുകൾക്ക്. പക്ഷെ എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ അവിടെ വളരെ ഉത്സാഹത്തോടു കൂടിയും അവിടെ വളരെ റിലേഷൻ, ഇന്നലെ 2 ദിവസം മാളവികയുടെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, എങ്ങനെ ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാം അല്ലെ? ടീമംഗങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷനാണ്, അപ്ലൈൻ തമ്മിലുള്ള റിലേഷനാണ്, ജനങ്ങൾ തമ്മിലുള്ള റിലേഷനാണ് നമ്മുടെ ഈ ഒരു ബിസിനസിന്റെ അടിത്തറ. ഈ റിലേഷൻ എത്ര കണ്ട് കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് ടീം ബിൽഡിങ്ങിലൂടെ വളരാൻ പറ്റും അല്ലെ? എവിടെയും നിങ്ങൾ നോക്കിക്കോ, 25 വർഷമായി ആർസിമിലുണ്ട്, 10 വർഷമായി ആർസിമിലുണ്ട്, 5 വർഷമായി ആർസിമിലുണ്ട്. അവര് പ്രൊഡക്റ്റ് മോശാന്ന് പറഞ്ഞിട്ടില്ല, അവര് സെയിൽ ചെയ്താൽ 10 രൂപ കിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല, ഷോപ്പ് ഇട്ടത് കൊണ്ട് മോശം എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ പലപ്പോഴും അവർക്ക് ടീം ബിൽഡ് ചെയ്യാനോ അടുത്തടുത്ത ലെവലിലേക്ക് ഇതിന്റെ ഏതറ്റം വരെയുള്ള ഒരു വരുമാന മാർഗം നേടാനോ സന്തോഷം അനുഭവിക്കാനോ സന്തോഷം കൊടുക്കാനോ അവർക്ക് സാധിക്കുന്നില്ല. അവിടെ എന്തോ ഒരു പ്രശ്നം അവർ അലട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ആ പ്രശ്നം സജീവ് കുമാർ പറയുന്നല്ല, ഇന്ന് രാവിലെ കേട്ട ഒരു വചനാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മൾ എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്. പക്ഷെ പ്രത്യേകമായിട്ട് ഈ 5 പോയിന്റ് സന്തോഷത്തിന് വേണ്ടി എന്തുകൊണ്ട് നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുന്നു അതിനെക്കുറിച്ച് ബുദ്ധൻ പറഞ്ഞ 5 വചനങ്ങളാണ്. ഇനി ഞാൻ പറഞ്ഞതാണെങ്കിലല്ലേ കുഴപ്പമുള്ളോ? ബിജു സാറ് പറഞ്ഞാണെങ്കിലല്ലേ കുഴപ്പമുള്ളോ? സുധീർ സാറ് പറഞ്ഞാണെങ്കിലല്ലേ കുഴപ്പമുള്ളോ? ബുദ്ധനായിട്ട് ആരെങ്കിലും വല്ല വിഷമം ഉണ്ടാവോ? സുധീർ സാറ് ശ്രീ ബുദ്ധനായിട്ട് ആരെങ്കിലും വല്ല ശത്രുത ഉള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് പറയണം. അവര് വേണമെങ്കിൽ ഇത് വിട്ടടിച്ചു പോക്കോ, അടുത്തൊരാൾക്ക് ഒരു അവസരം കൊടുക്കുക കയറാനായിട്ട്. അപ്പൊ ബുദ്ധനായിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം ബുദ്ധൻ ഇതുവരെ ആർസിബിൽ ജോയിൻ ചെയ്തിട്ടില്ല എന്നാണ് എന്റെ അറിവില്. അതുകൊണ്ടാണ് ആർസിബിൽ ജോയിൻ ചെയ്ത ഏതെങ്കിലും ലീഡേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ബുദ്ധൻ പറഞ്ഞത് വേണമെങ്കിൽ നമുക്ക് അല്ലെ, അങ്ങനെ ഈ ലോകത്തിന് തന്നെ വെളിച്ചം കൊടുത്ത അല്ലെങ്കിൽ ഒരു ചിന്താശേഷി കൊടുത്ത ഈ ലോകത്തിലെ എല്ലാവർക്കും സന്തോഷം അനുഭവിക്കാനുള്ള ഒരു അവസരം കൊടുത്ത ഒരു വ്യക്തിത്വമാണ് ബുദ്ധൻ.
അപ്പൊ അദ്ദേഹത്തിന്റെ വചനങ്ങൾ വളരെ പ്രധാനമാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നീട്ടിപ്പോകുന്നില്ല, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒന്നാമത്തെ ഒരു കാര്യം, പോയത് പോയി അത് ആലോചിച്ച് നിൽക്കരുത്. അതായത് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, പല കാര്യങ്ങളും ചെയ്ത് നമ്മൾ അതിൽ നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. പലതും ചിലപ്പോൾ പല ആളുകളും നമ്മളെ വഞ്ചിച്ചിട്ടുണ്ടാവും, പല ആളുകളും നമ്മളെ പറ്റിച്ചിട്ടുണ്ടാവും, പല ആളുകളും നമ്മുടെ കൂടെ വന്നിട്ട് തള്ളിപ്പറഞ്ഞിട്ടുണ്ടാവും, പല ആളുകളും നമ്മളെ സഹായിച്ചിട്ടുണ്ടാവും. എന്ന് വേണ്ട, ഭൂതകാലത്തിലെ ജീവിതം അല്ലെ നമ്മൾ പറയാറുള്ളതാണ്, ഭൂതകാലത്തിലെ ജീവിതം ആലോചിച്ച് ഇനി നിൽക്കുന്നവൻ ആരാണോ അവർക്ക് സന്തോഷം യഥാർത്ഥ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നാണ്. അതായത് കഴിഞ്ഞ കാലഘട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും പരാജയപ്പെട്ടത് ആലോചിച്ച് ഇനിയും അങ്ങനെ ആയിരിക്കും, ഇനിയും ആളുകൾ അങ്ങനെയാണ് പെരുമാറുക, ഇനിയും ആളുകൾ എന്നെ പറ്റിക്കും, ഇനിയും ആളുകൾ എന്നോട് നല്ല രീതിയിൽ പെരുമാറില്ല, ഇത് തെറ്റായ ചിന്താഗതിയാണ്. ആ ചിന്താഗതി വെച്ച് പുലർത്തുമ്പോൾ അതാണ് നമ്മൾ കൂടുതൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണോ നമ്മൾ കൂടുതൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭൂതകാലത്തിലെ ചിന്തകള്, അതായത് പോയത് പോയി കഴിഞ്ഞു, അത് ഇനി നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷെ ഇനി വരുന്നത് എൻ്റെ ജീവിതത്തിൽ നല്ല നാളുകളെയാണ് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇതുവരെ മോശം വന്നു, നോ പ്രോബ്ലം, ഇനിയും മോശമാണ് വരാനുള്ള സാധ്യത എന്ന് ചിന്തിച്ച് നമ്മൾ ജീവിക്കരുത്. ഇനി നല്ലത് വരാനുള്ള സാധ്യതയാണ് ഉള്ളത്. കാരണം എന്താണ്, നമ്മൾ ആർസിമിലാണ്. ആർസിമിൽ നിലയുറച്ച ആളുകൾക്ക് നമുക്ക് നല്ല കാലമാണ് വന്നിട്ടുള്ളൂ. പക്ഷെ ആർസിമിനെ മനസ്സിലാകാത്ത നിലനിൽക്കുന്ന ആളുകൾക്കാണ് ഭൂതകാലത്തിലെ ജീവിതം ജീവിച്ച് അങ്ങനെ ആയിരിക്കും, ഇതിങ്ങനെ ആയിരിക്കും, ഇത് ചങ്ങലയല്ലേ, ഇത്ര പേർക്ക് തവിട് എവിടുന്നാണ് എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുന്ന ആളുകള് ഇതുവരെ മറ്റുള്ള പല പ്രസ്ഥാനങ്ങളെ താരതമ്യം ചെയ്ത് ആർസിമിനെ അതേപോലെയാണെന്ന് ധരിച്ചു നിൽക്കുന്ന ആളുകൾക്ക് ആ സന്തോഷം കണ്ടെത്താൻ സാധിക്കില്ല. ആ സന്തോഷം കണ്ടെത്തണമെങ്കിൽ ഭൂതകാലത്തിലെ ജീവിതം, പോയത് പോയതിനെ പറ്റി ചിന്തിച്ച് ആലോചിച്ച് വിഷമിച്ച് ഇരിക്കാനല്ല ഇനി നമ്മുടെ ജീവിതം. ഈ ഒരു തിരുവോണ നാളില് നമ്മൾ തീരുമാനിക്കണം, ഇനി എന്റെ ജീവിതത്തില് നല്ലതാണ് വരാനിരിക്കുന്നത്, നല്ല കാലമാണ് വരാതിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നലകളിൽ വന്ന ദോഷവശങ്ങളൊന്നും എന്നെ ഇനി ബാധിക്കില്ല. അതുകൊണ്ട് നല്ലൊരു നാളേക്ക് വേണ്ടി ഞാനൊരു തീരുമാനം എടുക്കും, ഞാൻ നിലനിൽക്കും. എടുത്തോടെ സുധീർ സാറെ, നമുക്ക് ആ തീരുമാനം. തീർച്ചയായിട്ടും സാർ. ഭൂതകാലത്തിലെ ജീവിതം ഒരിക്കലും നമ്മളെ നല്ലൊരു വ്യക്തിത്വമായിട്ടും നല്ല സന്തോഷത്തിലേക്ക് നയിക്കില്ല. കാരണം ഭൂതകാലത്തിലെ നല്ല സന്തോഷത്തിന് ഉപരി നമുക്ക് പല പ്രശ്നങ്ങളും നമുക്ക് വിജയിക്കാതിരിക്കുന്ന കാര്യങ്ങളായിരിക്കും അവിടെ ഉണ്ടായിട്ടുണ്ടാവുക. അതുകൊണ്ടാണല്ലോ നമ്മൾക്ക് ഒരു നേട്ടത്തിന് വേണ്ടി നമ്മൾ ആർസിമിൽ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനിയും അതേപോലെ തന്നെ സംഭവിക്കും എന്ന് വിചാരിച്ച് നമ്മളൊന്നും ചെയ്യാതിരിക്കരുത്. നിങ്ങള് ഇന്നലെ 10 പേര് നിങ്ങളുടെ കൂട്ടുകാരന്മാരുണ്ടാവും, അവര് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പെരുമാറിയിട്ടുണ്ടാവില്ല, നോ പ്രോബ്ലം. പക്ഷെ ഇനി വരുന്ന കൂട്ടുകാര് അല്ലെങ്കിൽ ഇനി വരുന്ന ആളുകള് നിങ്ങളുടെ കൂടെ നല്ല സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ആളുകളായിരിക്കും. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചോടാ? ആ രീതിയിൽ ചിന്തിക്കണം എന്നാണ് ബുദ്ധൻ. അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നു. ഗുഡ് ആർസിയം, പഴയ കാലങ്ങള് പല ദുരിതങ്ങൾ നമ്മൾ ആലോചിച്ചിരുന്നാലോ, നമുക്ക് ഉപ്പുള്ള സന്തോഷം പോലും കാണാതെ പോകും. അതുകൊണ്ട് ഇന്ന് മുതല് ഞാൻ സന്തോഷം അനുഭവിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് ഞാൻ ആർസിമിൽ നിലനിൽക്കും എന്നുള്ളൊരു ഉറപ്പോടുകൂടി, ചങ്കുറപ്പോട് കൂടിയിട്ടായിരിക്കണം ഇനി മുന്നോട്ട് പോകാൻ. രണ്ടാമത്തെ പോയിന്റ്, മറ്റുള്ളവരിൽ നിന്ന് അമിതമായി പ്രതീക്ഷ അർപ്പിക്കരുത്. നമ്മുടെ സന്തോഷം പലപ്പോഴും കെടുത്തുന്നത് ആള് ഇന്നത് എനിക്ക് ചെയ്തു തരും, എന്റെ ലീഡർ എനിക്ക് ഇന്നത് ചെയ്തു തരും, എന്റെ ടീമാംഗങ്ങൾ എനിക്ക് ഇന്നത് ചെയ്തു തരും, എന്റെ ഭാര്യ എനിക്ക് ഇന്നത് ചെയ്തു തരും, എന്റെ ഭർത്താവ് എനിക്ക് ഇന്നത് ചെയ്തു തരും, എന്റെ ബന്ധുക്കാര്, എന്റെ കൂട്ടുകാര്, അവരൊക്കെ എന്നെ ഇന്ന കാര്യങ്ങൾ ചെയ്തു തരും എന്നുള്ള അമിതമായ പ്രതീക്ഷ, അത് വെച്ച് പുലർത്തുന്ന ആളുകൾക്ക് ഈ ജീവിതത്തിൽ സന്തോഷിക്കാൻ വകയില്ലാതെ വരും എന്നുള്ളതാണ് ബുദ്ധൻ പറയുന്നത്. അമിതമായ പ്രതീക്ഷ, അതായത് എന്റെ ടീമാംഗങ്ങൾ 10 പേര് വന്നു, ഇനി അവരെന്നെ വിജയിപ്പിച്ചോളും, അമിതമായ പ്രതീക്ഷ. എനിക്കൊരു ലീഡർ ഉണ്ട്, ലീഡർ എല്ലാ കാര്യം ചെയ്തു തരും, അമിതമായ പ്രതീക്ഷ. അപ്പോൾ അവിടെ അമിതമായ പ്രതീക്ഷ വെക്കുന്നവർക്ക് നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റില്ല. അതുകൊണ്ട് ആ പ്രതീക്ഷ ആരിലായിരിക്കണം? എന്റെ പ്രതീക്ഷ എന്നിലായിരിക്കണം, മറ്റുള്ളവരിലായിരിക്കരുത്.
മറ്റുള്ളവരില് പ്രതീക്ഷ അർപ്പിക്കാം, പക്ഷെ അമിതമായ പ്രതീക്ഷയാവരുത്. അതാണ് പറയുന്നത്. അവിടെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്നിലാണ്. അല്ലെ, ഒരാള് ഇന്നത് ചെയ്യും, ചെയ്താൽ നല്ലത്, പക്ഷെ അയാളത് ചെയ്യും എന്ന് അമിതമായ പ്രതീക്ഷ വെക്കരുത്. അത് ചെയ്യേണ്ടതാണെങ്കിൽ അദ്ദേഹം ചെയ്തില്ലെങ്കിലും അത് ഞാൻ ചെയ്യും. അപ്പൊ പ്രതീക്ഷ ആരല്ല വേണ്ടത്? സുധീർ സാർ, പ്രതീക്ഷ അവനവനിലാണ് വേണ്ടത്. ആള് ചെയ്താൽ നല്ലത്, ചെയ്തില്ലെങ്കിലോ? ചെയ്തില്ലെങ്കിൽ ആ കാര്യം നടക്കണ്ടേ? അതുകൊണ്ട് അത് ചെയ്തില്ലെങ്കിൽ അത് അവനവൻ ചെയ്യണം. അതുകൊണ്ട് പ്രതീക്ഷ എന്നിലാണ് അവസാനം എത്തി നിൽക്കേണ്ടത്. പ്രതീക്ഷ മറ്റുള്ളവരില് അവസാനം എത്തി നിൽക്കരുത്. പ്രതീക്ഷിക്കുന്നത് നല്ലതാണ്, പക്ഷെ ആ പ്രതീക്ഷിച്ച അമിതമായ പ്രതീക്ഷ അത് വേണ്ടത്ത രീതിയിലായില്ലെങ്കിൽ അത് നമ്മളെ മനസ്സിനെ വിഷമിപ്പിക്കും. അതുകൊണ്ട് അമിതമായ പ്രതീക്ഷ വെച്ച് പുലർത്തരുത്. എന്റെ ലീഡർ എനിക്ക് എല്ലാം ചെയ്തു തരും, എന്റെ ലീഡർ എനിക്ക് ഡയമണ്ട് ആക്കി തരും എന്നെ. അമിതമായ പ്രതീക്ഷ. എന്റെ ലീഡർ അല്ല എന്നെ ഡയമണ്ട് ആക്കുന്നത്, ഞാനാണ് എന്നെ ഡയമണ്ട് ആക്കുന്നത്. മൂർത്തി സാറിന്റെ നല്ല വചനങ്ങളല്ലേ നിങ്ങൾ കേട്ടിട്ടുള്ളോ? മൂർത്തി സാറിന്റെ നല്ല നല്ല വാക്കുകളല്ലേ കേട്ടിട്ടുള്ളോ തങ്ക ടീച്ചറെ? അല്ലേ? മൂർത്തി സാറ് ഒരു ടെക്നിക്കൽ മീറ്റിംഗിൽ പറഞ്ഞത്, മൂർത്തി സാറ് ടെക്നിക്കൽ മീറ്റിംഗിലും സ്റ്റാർ എമറാൾഡ് ഒക്കെ വരണം, മൂർത്തി സാറിന്റെ കർശന നടപടികള് പറയണമെങ്കിൽ വെറുതെ അല്ല ഒരു സഫയർ ആയിട്ട് നിൽക്കുന്നത്. നല്ലോണം പോലെ സംസാരിക്കാനും അറിയാം, പറയേണ്ടോടത്ത് ആ രീതിയിൽ കർശനമായ കാര്യങ്ങൾ പറയാനറിയാം. മൂർത്തി സാറ് പറഞ്ഞത്, കൊട്ടയിൽ ചോന്ന് കൊണ്ടുപോയി ഒരാളെ ഡയമണ്ട് ആക്കാം എന്ന് ഞാൻ ഒരാൾക്കും എഴുതി കൊടുത്തിട്ടില്ല എന്നാണ് മൂർത്തി സാറ് പറഞ്ഞത്. കൊട്ടയിൽ ചോന്ന് കൊണ്ടുപോയി ഒരാളെ ഡയമണ്ട് ആക്കാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിനുള്ള അവസരം ഞാൻ ഒരുക്കി തരും, ഞാൻ അതിലേക്കുള്ള യാത്രയാ. പക്ഷെ അതിന്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ കൂടെ വന്ന് ഡയമണ്ട് ആവാം. ആലോചിച്ചു. അപ്പൊ ആരിലാണ് പ്രതീക്ഷ വേണ്ടത്? പ്രതീക്ഷ അവനവനിലാണ് വേണ്ടത്, അല്ലെ? മറ്റുള്ളവരുടെ പ്രതീക്ഷ വെച്ച് നമ്മൾ പുലർത്തിയാൽ എന്നും നമുക്ക് ദുഃഖമായിരിക്കും. അവരത് ചെയ്തു തരും, ഇവരിത് ചെയ്തു തരും, അവരെ എങ്ങനെ കാര്യങ്ങൾ ചെയ്യും, അല്ലെ? ഒരു പ്രോഗ്രാം നടന്നു കഴിയുമ്പോൾ അവസാനം വരെ കസാര മടക്കിയിട്ട് അത് തുടച്ച് വൃത്തിയാക്കണ വരെ എല്ലാവരും ഉണ്ടാവും. അത് അമിതമായ പ്രതീക്ഷയാ. ജയാർസിയും കുട്ടാർസിയും അത് ആരും ഇല്ലെങ്കിൽ അത് ചെയ്യണ്ടേ? അപ്പോൾ അത് ആര് ചെയ്യണം? അത് ഞാൻ ചെയ്യണം, അല്ലെ? ഇത് ഓരോരുത്തരും ചിന്തിച്ചാലോ? അപ്പൊ അമിതമായ പ്രതീക്ഷ ഒരിക്കലും നമുക്ക് സന്തോഷം തരില്ല. ആ പ്രതീക്ഷ അവനവനിലാണ് ഉണ്ടാവേണ്ടത്. മറ്റുള്ളവർക്ക് അങ്ങനെ ചെയ്യാനുള്ള പ്രചോദനം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. അത് ചെയ്യുമെന്ന് നമ്മുടെ കയ്യിലല്ല, അത് അവരുടെ കയ്യിലാ. അതുകൊണ്ട് അവരുടെ കയ്യിലുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിച്ച് നമ്മൾ വിഷമിക്കാൻ ഇരിക്കരുത്. നമ്മുടെ കയ്യിലുള്ളത് മാത്രമാണ് നമുക്ക് പ്രയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അമിതമായ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരാൾക്ക് ജീവിതത്തില് സന്തോഷം ഉണ്ടാവില്ല എന്നാണ്. മറ്റുള്ളവരില് അത് ആ പ്രതീക്ഷ അവനവനിലാണ് ഉണ്ടാവേണ്ടത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, താരതമ്യം ചെയ്ത് ജീവിക്കുന്ന ജീവിതം ജീവിച്ചു തീർക്കരുത്. അവൾക്ക് പറ്റും എനിക്ക് പറ്റില്ല, രാജ് സാറിനെ പോലെ എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എനിക്ക് അർസനില് വിജയിക്കാൻ പറ്റില്ല. അയ്യോ അവളാ ഒരു സംസാരം കേട്ടാ, സ്റ്റേജൊക്കെ പെർഫോമൻസ്, അല്ലെ? ജയശ്രീ മാഡത്തിന്റെ സംസാരം കേട്ടാ, അതേപോലെ എനിക്ക് പറ്റില്ല, അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. താരതമ്യം ചെയ്യരുത്. ഈ ലോകത്തില് നമ്മളെ പോലെ പവറുള്ള ഒരു വ്യക്തി വേറെ ഇല്ല. ഇതായിരിക്കണം നമ്മുടെ ചിന്ത. ഞാനിവിടെ പറയുന്നു, എന്നെ പോലെ ക്ലാസ് എടുക്കാൻ ഈ ലോകത്തിൽ ഒരാളില്ല. അനിൽ സാറിനെ പോലെ ക്ലാസ് എടുക്കാൻ ഈ ലോകത്തിൽ ഒരാളില്ല. തങ്കൻ ടീച്ചറെ പോലെ സംസാരിക്കാൻ ഈ ലോകത്തിൽ ആരില്ല, തങ്കൻ ടീച്ചർ മാത്രമേ. ക്ലിയറായോ? അതുകൊണ്ട് മറ്റുള്ളവരെ താരതമ്യം ചെയ്ത് നമ്മുടെ സന്തോഷം കളയരുത്. എനിക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ഞാൻ ചെയ്ത് അതിൽ സന്തോഷം കണ്ടെത്തണം. അല്ല, ഞാൻ പവറാവണം. മറ്റുള്ളവര് പവറാ, എന്നിലും നല്ല പവറാ. ആ പവറിന്റെ അവരുടെ ആ പവറാവാനുള്ള കാരണം ആരാഞ്ഞ് ആ കാരണം എന്റെ ജീവിതത്തില് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന് ഞാനും പവറാവാൻ ശ്രമിക്കാം. പക്ഷെ താരതമ്യ പഠനം, അതായത് എന്താണ്, നമ്മുടെ കുട്ടിക്ക് 75% മാർക്കാണ് കിട്ടിയത്, അപ്പുറത്ത് 95% കിട്ടിയിട്ടുണ്ട്. അപ്പൊ പറയാണ്, കണ്ടടാ അവളെ കണ്ടു പഠിക്ക്. താരതമ്യം.
അല്ലെ? നമ്മുടെ മക്കളെ നമ്മളായിട്ടും നമ്മുടെ കഴിവുകൾ നമ്മളെ തിരിച്ചറിയുന്ന രീതിയിലേക്ക് നമ്മൾ വളർന്നാൽ നമ്മളെ വെല്ലാൻ ഈ ലോകത്തിൽ ഒരാളുണ്ടാവില്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ കഴിവ് കണ്ട് ആ കഴിവ് എനിക്കില്ലല്ലോ എന്ന് വിചാരിച്ചുള്ള ജീവിതം ഒരിക്കലും സന്തോഷം തരുന്നതല്ല. നമുക്കുള്ള കഴിവ് അവർക്ക് ഉണ്ടാവില്ല. അല്ലെ? ഞാൻ പല ക്ലാസ്സിലും പറയാറുണ്ട്, സച്ചിൻ തെണ്ടുൽക്കറിനോട് ഒരു കട്ട്ള പൂട്ടാൻ പറഞ്ഞാൽ ചിലപ്പോ സച്ചിൻ തെണ്ടുൽക്കർ പൂട്ടാൻ വഴിയില്ല. സച്ചിൻ തെണ്ടുൽക്കർ ക്രിക്കറ്റിലാണ് ആള് പ്രൊഫഷൻ, അല്ലെ? ഒരു കട്ട്ള പൂട്ടാൻ പറ്റോ? പലചരക്ക് കട നിസാറിനെ പോലെ നടത്താൻ പറ്റോ? പറ്റില്ല. അപ്പോൾ അവിടെ നമ്മുടെ കഴിവ് നമ്മുടെ കയ്യിലുണ്ട്, അല്ലെ? മറ്റുള്ളൊരാളെ കഴിവ് കണ്ട് അത് എനിക്ക് സാധിക്കില്ലല്ലോ എന്ന് കരുതി വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ബുദ്ധൻ പറയുന്നത്. നമ്മുടെ കഴിവില് നമുക്ക് സന്തോഷം കണ്ടെത്താൻ നമുക്ക് സാധിച്ചാൽ ആ കഴിവ് വീണ്ടും കൂട്ടി വീണ്ടും സന്തോഷം നമ്മളിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ താരതമ്യം ചെയ്ത് ജീവിതം തൊലയ്ക്കരുത് എന്നാണ് ബുദ്ധൻ പറഞ്ഞു തരുന്ന നിർവചനം. അടുത്തതാണ്, ചെറിയ കാര്യങ്ങളിൽ പോലും നന്ദി പറയുന്ന ഒരു ശീലം നമ്മളിൽ ഉണ്ടാവാം. ചെറിയ കാര്യങ്ങളിൽ പോലും നന്ദി പറയുന്ന ഒരു ശീലം, അത് നമ്മളെ വീണ്ടും നല്ലൊരു വ്യക്തിത്വമായിട്ട് മാറ്റും. നമുക്ക് സന്തോഷം അതിൽ തോന്നും, അല്ലെ? ഒരാള് ഒരു പേന നമ്മുടെ നിലത്ത് പോയി, ആ പേന ഒരാൾ എടുത്തു തരാണ്, താങ്ക് യു അല്ലെങ്കിൽ നന്ദി എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു കാര്യത്തിന് നമ്മൾ നന്ദി പറയുന്നു. അപ്പൊ പിന്നെ വലിയ കാര്യത്തിന് പറയണ്ട. എല്ലാ കാര്യങ്ങൾക്കും നന്ദിയുള്ള ഒരു വ്യക്തിത്വമായിട്ട് മാറുമ്പോൾ നമ്മൾ അറിയാതെ നമ്മളിൽ സന്തോഷം നിറയും, അല്ലെ? നല്ല വാക്കുകൾ. അതുകൊണ്ടാണ് പൊൻപുലരിയിലൊക്കെ നല്ല വാക്കുകൾ ഇങ്ങനെ സംസാരിക്കൂ ആ നല്ലത് പറയുന്ന ശീലം വളർത്താൻ പറയുന്നു, അല്ലെ? ഇന്ന് നല്ലൊരു ക്ലാസ് തന്ന അനിൽ സാറിന് നന്ദി, അല്ലെ? അനിൽ സാറിന് സന്തോഷമായി, അത് പറയുമ്പോൾ നമുക്കും ഒരു സന്തോഷം ഫീൽ ചെയ്യണം ആ രീതിയിൽ. അപ്പോൾ നമ്മളൊരു ചെറിയ കാര്യത്തിന് പോലും, അല്ലെ? നമുക്ക് ജീവിതത്തിൽ പല ദോഷവശങ്ങളും വരുന്നുണ്ടാവും, പക്ഷെ നമുക്ക് നല്ല കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി പറയുന്ന ഒരു ശീലം വളർത്തി നോക്കിയേ, പിന്നെ നമുക്ക് നന്ദി പറയാനുള്ള കാര്യങ്ങളാണ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുക, അല്ലെ? നമ്മൾ ആലോചിക്കുക, എന്നും നമുക്ക് ചെയ്തു തരുന്ന കാര്യത്തിന് അത് മറന്ന് നമ്മൾ അതിന്റെ കുറ്റം കുറവുകളാണ് പറയുന്ന ഒരു ശീലമാണ് നമുക്കെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കുറ്റം കുറവുകളും എന്നും പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മളൊരു ചെറിയ കാര്യത്തിന് പോലും നന്ദി പറയുന്ന ഒരു വ്യക്തിത്വമായിട്ട് മാറിയാൽ പിന്നെ നമ്മുടെ ജീവിതത്തില് എല്ലാവരോടും നന്ദി പറയാൻ പറ്റ തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വരിക എന്നാണ് ബുദ്ധൻ പറയുന്നത്. അതുകൊണ്ട് ആ ശീലം തുടങ്ങുക. ഒരു ചെറിയ കാര്യമായിരിക്കും, താങ്ക് യു, നന്ദി, വളരെ സന്തോഷം, ഇങ്ങനെ ഒരു ഉപകാരം ചെയ്തതിന് ഒന്ന് പറഞ്ഞു നോക്കി, നമ്മളിൽ തന്നെ നമുക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് മുതല് ഈ തിരുവോണ നാളില് എല്ലാ കാര്യത്തിനും, ചെറിയ കാര്യത്തിന് പോലും, ഇന്ന് ഭാര്യ നല്ല രീതിയിൽ ഒരു സാമ്പാർ വെച്ചു, ഒരു നന്ദി പറയൂ, കിടക്കട്ടെ അനിസാർ. അപ്പൊ എന്തുണ്ട്? ഭാര്യയ്ക്ക് സന്തോഷമായി, നമുക്ക് സന്തോഷമായി. പിന്നെ ഭാര്യ എന്നും നന്ദി പറയാൻ പറ്റാവുന്ന തരത്തിലാണ് പിന്നെ കറി വെക്കുള്ളൂ. ഈ ആർസിയും ഗുഡ് ആർസിയും, അല്ലെ? ഭർത്താവ് എന്തെങ്കിലും പുറത്തു പോയിട്ട് വരുമ്പോ ഇത്ര നേരം എവിടെയായിരുന്നു മനുഷ്യ എന്ന് ചോദിക്കുന്നതിന് പകരം എന്താണ്, നിങ്ങള് നല്ല കാര്യത്തിനായിരിക്കും പോയിട്ടുള്ളത് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ അപ്പൊ ആള് ആ കാര്യം പറഞ്ഞു തരും. എവിടേക്ക് പോയ മനുഷ്യ എന്ന് പറഞ്ഞ, നീ അതൊന്നും അറിയണ്ട, നീ എന്നെ ഭരിക്കാറായില്ല, കഴിഞ്ഞു. ഇങ്ങനെ ചോദിച്ചാലോ, ഒരു രീതി മാറ്റി ചോദിച്ചാലോ, നിങ്ങള് അത്യാവശ്യം ഒരു കാര്യത്തിനായിരിക്കും പോയിട്ടുള്ളതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞാൽ മതി, എവിടേക്ക് പോയെന്ന് ചോദിക്കണ്ട. അപ്പൊ ആള് പറഞ്ഞു തരും, ഞാൻ ഇന്ന കാര്യത്തിനാടി പോയത്. AR ഗുഡാസ് ചെറിയ ടെക്നിക്കുകൾ ഇന്ന് പൻപുല്ലില് നമ്മൾ ഈ ഒരു തിരുവോണ നാളില് ഈ ഒരു ശീലങ്ങൾ നമ്മളൊന്ന് വളർത്തിയാൽ അവിടെ സന്തോഷം, കുടുംബത്തിലായാലും ആർസിമിലായാലും സന്തോഷം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും, അല്ലെ? ഇന്ന് ഡയമണ്ട് ക്ലബ്ബ് ചെയ്തില്ലേ എന്ന് ചോദിക്കുന്നതിന് പകരം ഇന്ന് ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാൻ എന്തേ വിട്ടുപോയോ അതൊന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ വിളിച്ചിരിക്കുന്നത്. രണ്ട് രീതിയിൽ അവതരിപ്പിക്കാന്നർത്ഥം. അപ്പോൾ നമ്മള് ആ രീതിയിൽ എന്ത് ചെയ്യണം? ചെറിയ കാര്യങ്ങൾക്ക് പോലും നന്ദി പറയുന്ന ഒരു ശീലം നമ്മൾ കൊണ്ടുവന്നാൽ ആ ശീലം നമ്മുടെ ജീവിതത്തിലും നന്ദി പറയാനുള്ള ആ ഒരു സന്തോഷം പങ്കിടാനുള്ള അവസരം നമുക്ക് ഒരുക്കി തരും എന്നുള്ളതാണ്. അടുത്ത പോയിന്റ്, ലാസ്റ്റ് പോയിന്റ്, മനസ്സിന്റെ സമാധാനത്തിന് മുൻഗണന നൽകുക. മനസ്സിന്റെ സമാധാനത്തിന് മുൻഗണന നൽകുക. അതിന് നമുക്ക് 3 കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതാണ്. എപ്പോഴും നമ്മുടെ മനസ്സിന്റെ സമാധാനം കുറെ ആൾക്കൂട്ടം ഉള്ളപ്പോഴാണ് നമുക്ക് ധൈര്യം ഉണ്ടാവുള്ളൂ. കുറെ ആളുകൾ നമ്മുടെ കൂടെ സഹായിക്കാനുണ്ടെങ്കിലാണ് നമുക്ക് ധൈര്യം ഉണ്ടാവുള്ളൂ. അങ്ങനെയല്ല.
അവിടെ എൻ്റെ കൂടെ ആരുമില്ലെങ്കിലും എനിക്ക് ധൈര്യവും സന്തോഷം ഉണ്ടാവുന്ന തരത്തില് നമുക്ക് വളരണം എന്നുള്ളതാണ്. അതില് എന്താണ്? ആദ്യം ബോധപൂർവം ജീവിക്കുക. ഒരു മായാ ലോകത്തിൽ ജീവിക്കാതെ എനിക്ക് എന്തുണ്ട്, എനിക്ക് എത്ര വരുമാനമുണ്ട്, എനിക്ക് എന്ത് കഴിവുണ്ട്, എനിക്ക് എന്താണ് എൻ്റെ പോരായ്മ, ഇത് നമ്മൾ സ്വയം മനസ്സിലാക്കണം. എൻ്റെ കഴിവ് മാത്രം എനിക്കറിയാം, എൻ്റെ പോരായ്മ എനിക്കറിയില്ല. പക്ഷെ ആ കഴിവ് നശിപ്പിക്കാൻ ആ പോരായ്മയ്ക്ക് ശക്തിയുണ്ട്, DRCയും കുഡാർസിയും. അതുകൊണ്ട് ഞാൻ ആരാണെന്നുള്ള ബോധ്യത്തോടു കൂടി ആണ് ജീവിക്കേണ്ടത്, അല്ലെ? ഒരു നമ്മുടെ മെന്ററായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ലീഡേഴ്സ് ആയിട്ടുള്ള ഒരാള് ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ചിന്തിക്കേണ്ടത് ആ കാര്യം ശരിയാണോ, എൻ്റെ ആ കാര്യം അദ്ദേഹം പറഞ്ഞത് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താനുണ്ടോ? ഉണ്ടെങ്കിൽ അത് മാറ്റം വരുത്താം, അല്ലാതെ അദ്ദേഹത്തിനോട് ശത്രുത മനോഭാവം ഉണ്ടാവുകയല്ല വേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ഒരു ബോധ്യം, രണ്ട് ശരിയും തമ്മിലാണ് എന്താണ് പ്രശ്നം, അല്ലെ? ഇന്ന് ടീമംഗങ്ങളായിട്ട് പല പ്രശ്നങ്ങളും, ആളുകൾ കൂടുന്നിടത്ത് പ്രശ്നം ഉണ്ടാവും, അല്ലെ? ആളുകൾ കൂടുന്നിടത്ത് എന്നും പ്രശ്നങ്ങൾ ഉണ്ടാവും. ഉത്സവപറമ്പിൽ പ്രശ്നങ്ങളില്ലേ? ആളുകൾ കൂടുന്നിടത്ത്. സിനിമ ടിക്കറ്റ് എടുക്കുന്നിടത്ത് പ്രശ്നങ്ങളില്ലേ? ചിലവർ കമ്പിയേര് ഉള്ളിയോടെ കയറുന്നു, ചിലർ ഇടയിൽ കയറാൻ നോക്കുന്നു, അവിടെ പ്രശ്നങ്ങളില്ലേ? എവിടെയും എന്ത് കാര്യം ഉണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ട്. ഒരു സദ്യ ഉണ്ട് എന്ന് വിചാരിക്കുക, പ്രശ്നങ്ങളില്ലേ? ഊണ് കഴിച്ച് പായസം കുടിക്കാൻ നിൽക്കുന്നതിന് മുന്നേ കസാരയൊക്കെ പിടിച്ച് അളക്കും ബാക്കിൽ നിന്നിട്ട് ആളുകള്, അവിടെയും പ്രശ്നങ്ങളില്ലേ? ഉണ്ട്. ആള് കൂടുന്നിടത്ത് എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, മഴ പെയ്യുമ്പോൾ ചെളി ഉണ്ടാകും. മഴ നല്ലതാ, പക്ഷെ മഴ പെയ്യുമ്പോൾ ചെളി ഉണ്ടാകും. അതേപോലെ ആളുകൾ കൂടുന്നത് നല്ലതാ, ആളുകൾ കൂടുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ ആ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ചെളി ഉണ്ടെങ്കിൽ അതേ മഴവെള്ളം കൊണ്ട് തന്നെ കാലുമ ചെളി പറ്റിയാൽ ആ ചെളി കഴുകാനും സാധിക്കും, ഇല്ലേ? അപ്പൊ ചെളി പറ്റും എന്നുള്ളത് സാധാരണയാണ്. പക്ഷെ അത് കഴുകി കളയാനും അത് വൃത്തിയാക്കാനും നമുക്ക് സാധിച്ചാൽ വളരെ സുന്ദരമാണ് ജീവിതം. അതേപോലെ ആളുകൾ കൂടുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും. രണ്ട് ശരിയും തമ്മിലാണ് പ്രശ്നം. അതുകൊണ്ട് രണ്ട് ശരി, ഒരാൾക്ക് ഞാനും ബിജു സാറും കൂടിയിട്ട് ഒരു ശത്രുത ഉണ്ടെങ്കിൽ ബിജു സാറിന്റെ ഒരു ശരി ഉണ്ടാവും, എനിക്ക് എൻ്റെ ഒരു ശരി ഉണ്ടാവും. പക്ഷെ അവിടെ ആരാണ് ശരി എന്നുള്ളത് മൂന്നാമതൊരാള്, ആ മേഖലയിലൂടെ കടന്നുപോയ മൂന്നാമതൊരാള് ഈ രണ്ടുപേരെയും വിലയിരുത്തുമ്പോഴാണ് അത് ബിജു സാറിന്റെ ആണോ യഥാർത്ഥ ശരി, എൻ്റെ ആണോ യഥാർത്ഥ ശരി എന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതാണ് തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് നമ്മൾ പറയാറുള്ളത്. അതിനാണ് ലീഡേഴ്സിനെ ഉപയോഗപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് ഏത് പ്രശ്നങ്ങളും നമ്മൾ തന്നെ കൈകാര്യം ചെയ്യാതെ അവിടെ നമ്മുടെ ലീഡേഴ്സ് ആയിട്ട് ഒന്ന് ഇടപെടുത്തി ആ പ്രശ്നങ്ങൾ ഇന്നതാണെന്ന് ബോധ്യപ്പെടുത്തി ആ ലീഡർക്ക് വിട്ടുകൊടുക്കുക, അതിലേതാണ് ശരി. അപ്പൊ ആ ലീഡർ പറയുന്നത് അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാവണം. കാരണം അനുഭവ സമ്പത്ത് അവർക്കുണ്ട്. തേർഡ് പാർട്ടി അതുകൊണ്ടാണ് വിശ്വാസയോഗ്യമായ ഒരാളെ മെന്ററായിട്ട് കണക്കാക്കണം എന്ന് പറയുന്നത്, വിശ്വാസയോഗ്യമായ ആള്. അപ്പോൾ ഈ രീതിയിൽ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? മനഃപൂർവ്വം നമ്മളെ ബോധവാനാക്കാം. മെഡിറ്റേഷൻ ചെയ്യുക. ഒരു കണ്ണടച്ച് ഞാൻ ആരാണെന്നും ഞാൻ എന്താണെന്നും എന്നിലുള്ള പോരായ്മ എന്താണെന്നും എന്നിലുള്ള നേട്ടങ്ങൾ എന്താണെന്നും കണ്ണടച്ച് ഒരു ദിവസം ഒരു 5 മിനിറ്റ് അവനവന് വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറാവാം. നമ്മളൊന്ന് വിലയിരുത്താൻ തയ്യാറാവാം. അതിനെ മെഡിറ്റേഷൻ എന്നൊക്കെ പറയും, അല്ലെ? മെഡിറ്റേഷൻ എന്നൊക്കെ പറയും. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ പല ആളും ഞാൻ പേടിച്ചിട്ടുണ്ട്, മെഡിറ്റേഷൻ ഇതൊന്നും എന്നെ ഉണ്ടാവില്ല. പക്ഷേ മെഡിറ്റേഷൻ എന്താണെന്ന് അറിഞ്ഞപ്പോൾ ഇതെല്ലാവർക്കും സാധ്യമുള്ളതാ. കണ്ണടച്ച് ഒന്ന് നമ്മളെ തന്നെ ചിന്തിച്ച് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഞാൻ എന്നുള്ള ധാരണയിൽ കണ്ണടച്ചിരിക്കാൻ ആർക്കാ സാധിക്കാത്തത്? കണ്ണടച്ചിരുന്നിട്ട് മോഹൻലാലിന്റെ പുലിമുരുകൻ സിനിമ ആലോചിച്ചിരിക്കരുത്. അവനവന്റെ ജീവിതത്തെ പറ്റി ഒരു ദിവസം നമ്മൾ 5 മിനിറ്റെങ്കിലും മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു ശീലം നമുക്ക് ഉണ്ടാവാം. അതുമാതിരി ഒറ്റപ്പെടലിന്റെ ശക്തി, അല്ലെ? ഒറ്റപ്പെടുമ്പോ പല ആളുകളും വിഷമിക്കും. അപ്പോൾ ഒരു 5 മിനിറ്റെങ്കിലും ഒറ്റപ്പെട്ട് ഇരുന്ന് നമ്മൾക്ക് ചിന്താശേഷി വർദ്ധിപ്പിക്കാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എന്തുണ്ട്? ഏത് ഒറ്റപ്പെടലിലും നമുക്ക് ഊർജം നമ്മളിൽ തന്നെ നിലനിൽക്കും. അങ്ങനെ 5 വചനങ്ങളാണ്. എന്താണ്? ഒന്ന്, പോയത് പോയി, ഇന്നലകളിലല്ല ജീവിക്കേണ്ടത്, ഇന്നിലാണ് ജീവിക്കേണ്ടത്. ഇന്നിലെ ജീവിതമാണ് നാളത്തെ നല്ലൊരു ഭാവി നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇന്നലകളിലെ പരാജയങ്ങളിൽ ജീവിച്ചാൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റില്ല. രണ്ടാമത്, മറ്റുള്ളവരിൽ നിന്നുമുള്ള പ്രതീക്ഷ, അമിതമായ പ്രതീക്ഷ അർപ്പിച്ച് മറ്റുള്ളവരിൽ പ്രതീക്ഷ അർപ്പിച്ച് ജീവിക്കുന്നതിന് പകരം എന്നില എൻ്റെ അതുകൊണ്ടാണ് മൂർത്തി സാറ് പറയുന്നത്,
എന്റെ ടീമങ്ങൾ ചെയ്താൽ നല്ലത്, ഇനി അവര് ആരും ചെയ്തില്ലെങ്കിൽ ആദ്യം ഞാൻ ചെയ്യും, അല്ലെ? അങ്ങനെ ആ ചെയ്ത് കണ്ട് നമ്മുടെ കൂടെ ചെയ്യുന്ന ആളുകൾ ഇഷ്ടം പോലെ വരും. അങ്ങനെ നമുക്ക് വളരാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ താരതമ്യം ചെയ്ത് ജീവിക്കുന്ന ജീവിതം നമുക്ക് സന്തോഷം തരില്ല. എന്നിലുള്ള കഴിവ്, എന്നിലുള്ള പോരായ്മ തിരിച്ചറിഞ്ഞ് ആ കഴിവുകളെ കൂട്ടാനായിരിക്കണം നമ്മുടെ പ്രയത്നം. അത് കൂട്ടിയാൽ നമ്മള് ഇഷ്ടം വരെ ആർസിമിലൂടെ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങള് നന്ദി പറയുന്ന ഒരു ശീലം നമ്മളിൽ ഉണ്ടാവാം. ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഒരു തമ്പ് പോലും അടിക്കാൻ ഇന്ന് പല ലീഡേഴ്സിനും മടിയാ. ഒരു മെസ്സേജ് നമുക്കൊരു നിർദ്ദേശം തന്നു, അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഇട്ട് തന്നു, ഒരു തമ്പ് അടിക്കാൻ എത്ര സമയം വേണം? അതിന് വല്ല ചെലവുണ്ടാ? ഒരു തമ്പ് നമുക്ക് യെസ് ഞാൻ അത് കണ്ടു, യെസ് അത് ഞാൻ അംഗീകരിച്ചു. പക്ഷെ ഇന്ന് പല ലീഡേഴ്സും ആ ശീലം പോലും ഇല്ല. ആലോചിച്ച് നോക്കൂ. നമ്മളൊരു മെസ്സേജ് മറ്റൊരാൾക്ക് അയച്ചിട്ട് അയാള് യെസ് സാർ അല്ലെങ്കിൽ ഒരു തമ്പ് അല്ലെങ്കിൽ ഒരു പൂവ് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം നമുക്ക് തോന്നും, ഇല്ലേ? ആ സന്തോഷം എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല? മറ്റുള്ളവർക്ക് നമ്മുടെ സന്തോഷം മാത്രമല്ല, മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാക്കി കൊടുക്കുന്നതിലും നമ്മൾ ശ്രദ്ധ പതിപ്പിക്കണം. എന്നാലാണ് നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് സന്തോഷം ഉണ്ടെങ്കിലല്ലേ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. നമ്മുടെ നല്ല രീതിയിൽ കുടുംബം ജീവിക്കുന്നു, നമ്മുടെ അയൽപ്പക്കത്ത് നിന്ന് തിരുവോണ നാളില് അരി ഇട്ട് വെക്കാൻ ഇല്ലെങ്കിലോ, അത് നമ്മൾ മനസ്സിലാക്കുമ്പോഴോ നമുക്ക് സന്തോഷം ഉണ്ടാവോ? ഉണ്ടാവില്ല. മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടാക്കി കൊടുത്ത് അതിൽ നിന്ന് സന്തോഷം ആരാണോ കണ്ടെത്തുന്നത് അവനാണ് വിവേകി, അവനാണ് വിജയി, അവനാണ് സന്തോഷം പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് എന്റെ മാത്രമല്ല സന്തോഷം, നമ്മുടെ ഈ സമൂഹത്തിലുള്ള എല്ലാവർക്കും സന്തോഷം പകർന്നു കൊടുക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് മാറി സന്തോഷം അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറട്ടെ. ഈ ഒരു തിരുവോണ നാളില് ബുദ്ധന്റെ ഈ വചനങ്ങള് നമ്മുടെ ജീവിതത്തിൽ പകർത്തി നല്ല ലീഡേഴ്സ് ആയിട്ട് മാറി നല്ലൊരു ടീമിനെ ഡെവലപ്പ് ചെയ്ത് ആർസിമിലൂടെ എല്ലാവിധ നേട്ടങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. ജി ആർസിഎം, ഗുഡ് ആർസിഎം. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ തിരുവോണ ദിവസം എല്ലാവർക്കും അറിയാം, തിരുവോണം എന്ന് പറയുന്നത് തന്നെ ഒരു സന്തോഷമാണ്. ഏതില്ലാത്ത ആളുകൾക്ക് പോലും തിരുവോണം എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണ്. ആദികൾ അവിടുത്തെ ഒരു കുടുംബനാഥന് ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. അയ്യോ എനിക്ക് എൻ്റെ വീട്ടിൽ ആഘോഷിക്കാനായിട്ട് സാധിച്ചില്ല, അല്ലെങ്കിൽ കുട്ടികൾക്ക് പുതിയ ഡ്രസ്സ് എടുത്തു കൊടുക്കാൻ സാധിച്ചില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പക്ഷെ പൊതുവെ ആ വീട്ടിലെ കുട്ടികൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള പൊതുസമൂഹത്തിലോ എല്ലാവർക്കും തന്നെ സന്തോഷമുള്ള ദിവസമാണ്. എല്ലാവരും സന്തോഷത്തോടെ കാണുന്ന ദിവസമാണ്. നമ്മൾ മെസ്സേജ് ഇടുമ്പോൾ തന്നെ ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് ഇടുന്നത്, അല്ലേ? അപ്പം ഇന്ന് ഈ തിരുവോണ ദിവസം നമുക്ക് നമ്മുടെ ഗ്രേറ്റ് ലീഡർ അല്ലെങ്കിൽ നമ്മളുടെ എല്ലാവരുടെയും ഗുരുനാഥനായിട്ടുള്ള സജീവ് സാറ് നമ്മുടെ ശ്രീബുദ്ധൻ്റെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സന്തോഷത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാം, നമ്മുടെ സന്തോഷം എവിടെ നിന്നാണ് കണ്ടെത്തേണ്ടത്, അത് നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടതെന്നുള്ളതാണ് നമ്മളെ പഠിപ്പിച്ചത്. അപ്പോൾ നമ്മളെല്ലാവരും തന്നെ മറ്റുള്ളവരെ നോക്കിയിരിക്കാതെയും അതുപോലെ തന്നെ മറ്റുള്ള രീതിയിൽ താരതമ്യം ചെയ്യാതെയും നമ്മളുടെ കഴിവുകളെ കൂടുതൽ നന്നാക്കിക്കൊണ്ട്, അതുപോലെ നമ്മളുടെ മെഡിറ്റേഷൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അതായത് നമ്മുടെ മനസ്സിനെ അതിലേക്ക് പാകപ്പെടുത്തിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ നല്ല സന്തോഷം കണ്ടെത്തുന്ന ആളുകളായി മാറട്ടെ എന്നാണ് സാർ ഇപ്പോൾ നമുക്ക് പറഞ്ഞു തന്നത്. കുറച്ച് ആളുകൾ പുതിയ ആളുകളാണ്, അതുകൊണ്ട് കുറച്ച് ആളുകൾ കേട്ടിട്ടില്ല. അതായത് ലാസ്റ്റ് കയറി വന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ 5 കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അത് എല്ലാം തന്നെ സന്തോഷവുമായി ബന്ധപ്പെട്ട് നമുക്ക് ജീവിതത്തിൽ എല്ലാവർക്കും ആവശ്യമുള്ളതാണ് സന്തോഷം. സന്തോഷം വരണമെങ്കിൽ എന്ത് വരണം? കുറേ കാര്യങ്ങൾ ശരിയായി വരാനുണ്ട്. അതിൽ സാമ്പത്തികം ഉണ്ടായിരിക്കും, ആരോഗ്യം ഉണ്ടായിരിക്കും, പലതും ഉണ്ടായിരിക്കും, ബന്ധങ്ങളുണ്ടായിരിക്കും, എല്ലാം ഉണ്ടായിരിക്കും. ഏറ്റവും ഉപരിയായിട്ട് വരുന്നത് എന്താണ്? അതാണ് സാറ് പറഞ്ഞത്, നമ്മൾ തന്നെ അതിലേക്ക് വേണ്ടിയിട്ട് ഒന്ന് പാകപ്പെടുത്തണം. അതായത് ഒരു സെൽഫ് അസസ്മെന്റ് നമ്മൾ നടത്തണം. നമുക്ക് ഏതാണ് കഴിവ്, ആ കഴിവിനെ എങ്ങനെ വർദ്ധിപ്പിക്കാം, എവിടെയാണ് വീക്ക്നെസ്, അതെങ്ങനെ മാറ്റാം. ഇതൊക്കെയാണ് നമ്മളുടെ ലീഡേഴ്സ് പറഞ്ഞു തരുന്നതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാണെങ്കിൽ, അല്ലെങ്കിൽ അതിന് കിട്ടേണ്ട രീതിയിലുള്ള ട്രെയിനിങ്ങുകളിലൂടെ എങ്ങനെയെങ്കിലും ആ കാര്യങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമുക്കും സന്തോഷം സുഖമായിട്ട് എത്തിക്കാനായിട്ട് സാധിക്കും. നമ്മളുടെ പ്രാൺഗീതിൽ പറയുന്ന ഒരു വരിയുണ്ട്, 2 വരി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വരിയാണ്. അത് ഞാൻ പലപ്പോഴും പലരോടും പറയാറുണ്ട്, അല്ലെങ്കിൽ മീറ്റിങ്ങുകളിൽ പറയാറുണ്ട്. खुद काम करे अपना अपना, हर काम करे अपना अपना, खुद पूरा करे अपना സ്വപ്ന. അതായത് എല്ലാവരും ജോലി ചെയ്യുക, അവരവരുടെ ജോലി ചെയ്യുക, എല്ലാവരും അവരവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കുക. അതാണ് സാറിവിടെ പറഞ്ഞത്. കൊട്ടയിൽ ചുമന്നു കൊണ്ടുപോയിട്ട് ഡയമണ്ട് ആക്കാന്നൊന്നും ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞത്. खुद काम करे अपना, हर काम करे अपना अपना, खुद पूरा करे अपना സ്വപ്ന. അതാണ് നമ്മുടെ
TCG നമുക്ക് എഴുതി വെച്ചിട്ടുള്ള വാചകങ്ങളിൽ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട 2 വരികളാണത്. താങ്ക് യു സജു സാർ. വളരെ നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു മെസ്സേജ്, വളരെ പവർഫുൾ ആയിട്ടുള്ള മെസ്സേജ്, എല്ലാവരുടെയും ജീവിതത്തിൽ വേണ്ട മെസ്സേജാണ്. നല്ലൊരു കൈയടി നമ്മുടെ സജു സാറിന് കൊടുക്കുക. തീർച്ചയായിട്ടും സാർ പറഞ്ഞു, നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപകാരം ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നന്ദി പറയണം, നമ്മൾ ആ നന്ദി പ്രകടിപ്പിക്കണം എന്ന് പറഞ്ഞു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വളരെ നല്ല കുറച്ച് കാര്യങ്ങളാണ് സാർ പറഞ്ഞു തന്നത്. സാറിന് നമ്മുടെ വക നല്ലൊരു കയ്യടിയോടുകൂടി നന്ദി പ്രകാശിപ്പിക്കാം. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. അടുത്തതായിട്ട് നമുക്ക് ഇനി സമയം വളരെ കുറവാണ്, എല്ലാവരും ഓണത്തിൻ്റെ ആഘോഷങ്ങളിലേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ഓരോരുത്തരായിട്ട് നമുക്ക് വിളിക്കാം. നമ്മുടെ പവർഫുൾ ലീഡർ, നമ്മുടെ എന്താ പറയുക, കൊമ്പടിഞ്ഞാമക്കലിൻ്റെ ഋത്തിക് റോഷനാണ് നമ്മൾ പണ്ടൊക്കെ വിളിച്ചിരുന്നത്. ഇപ്പോൾ അങ്ങനെ വിളിക്കാറില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ വിളിക്കുകയാണ്. കൊമ്പടിഞ്ഞാമക്കലിൻ്റെ ഋത്തിക് റോഷൻ നമ്മുടെ എല്ലാവരുടെയും പവർഫുൾ ലീഡർ ആയിട്ടുള്ള ബിജു സാറിനെ, എമറാൾഡ് ബിജു സാറിനെ വളരെ സ്നേഹത്തോടെ കലാമേടനെയും മാഡത്തെയും കൂടി ഈ ഒരു വേദിയിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് സാർ. താങ്ക് യു സുധീർ സാർ. എന്തായാലും സുധീർ സാറിന്റെ മധുരകരമായ ആ വാക്കിന് നന്ദി. ആ ഓണത്തനിമയോടുകൂടി ആ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം. എന്തായാലും സുധീർ സാറിന് അങ്ങനെ ഒരു ഇത് തോന്നിയില്ല, ഒരു തലക്കെട്ട് കെട്ടാനായിട്ട്. എന്തായാലും സുധീർ സാറിന് ബിഗ് സല്യൂട്ട്. അതോടൊപ്പം തന്നെ എല്ലാ കൊമ്പടിഞ്ഞാമക്കൽ RCM കുടുംബാംഗങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. വളരെ സന്തോഷകരമായിട്ട് ഓണം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. എത്ര പേർക്ക് ഓണമായിട്ട് ഹൃദയം തുറഞ്ഞ സന്തോഷം അല്ലെങ്കിൽ സന്തോഷിക്കാൻ വകയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ എൻ്റെ അടുത്ത് ചുരുങ്ങിയത് ഒരു 4 പേര് വന്നിരുന്നു. 4 പേരും വന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണിയില്ല, 2 ആഴ്ചയായി, എന്തെങ്കിലും ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാ. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, RCMല് പുറത്ത് ഇന്ന് ആളുകൾ, RCMൽ അല്ലാത്ത ആളുകൾ പുറത്ത് നിന്ന്, ഇനി ഒരു ഉദാഹരണത്തിന് നമ്മൾ നമ്മുടെ 10 കൂട്ടുകാരെ എടുക്കാം. ആ 10 കൂട്ടുകാരില് RCM ചെയ്യാത്ത ആളുകളുടെ ജീവിത നിലവാരത്തെ കുറിച്ച് നമ്മളൊന്ന് നോക്കുക, നമ്മളായിട്ട് താരതമ്യം ചെയ്യാം. ഞാൻ ഇന്നലെ അങ്ങനെ ചെയ്തു നോക്കി 4 പേര് വന്നപ്പനെ. കാരണം അവരിന്ന് കഷ്ടപ്പാടിന്റെ ദുരിതത്തിന്റെ നടുവിൽ നിന്നും ഓണം ആഘോഷിക്കുന്നു. പണ്ടത്തെ കാർന്നമാര് പറയുന്ന പോലെ കാണം വിറ്റും ഓണം തിന്നണം എന്ന് പറഞ്ഞപ്പോ, ഇന്നലെ ഒരാള് കയ്യമ്മ കിടന്ന ഒരു മോതിരം ഊരി, ഭാര്യയുടെ മോതിരം ഊരി പണയം വെക്കാൻ വന്നിരിക്കുന്നു. ഒരു വ്യക്തി വീട്ടിൽ 4 മക്കളും അല്ല 6 ആളുണ്ട്, അച്ഛനമ്മയും 2 മക്കളും, അവർ കൂടി 6 പേരുണ്ട്. 6 പേർക്കും കൂടി 1275 രൂപയുടെ തുണികൾ വാങ്ങിക്കൊണ്ട് പോകുന്നു. 6 പേർക്കും കൂടി ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു. സമൂഹത്തില് ഏതൊരു മേഖല എടുത്താലും ഇന്ന് ആളുകൾ ദുരിതം അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് പുറത്തുള്ളത്. ബിസിനസ്സുകാര് പറയുന്നു, എനിക്ക് കച്ചവടമില്ല, വളരെ കഷ്ടപ്പാടാ, ഇത്രയും രൂപയുടെ സാധനം ഇറക്കി വെച്ചിട്ട് വിൽക്കാൻ സാധിക്കുന്നില്ല, കാരണം പുറത്ത് ഭയങ്കര കോമ്പറ്റീഷനാണ് എന്ന് പറയുന്നു. അപ്പൊ ഏതു മേഖലകളിൽ കൂടെയും ഇന്ന് ആളുകൾ കഷ്ടപ്പെടുന്നു. കാരണം നിങ്ങൾ മനസ്സിലാക്കുക, RCMനെ സീരിയസ് ആക്കി എടുത്ത ആളുകൾ ഇന്ന് സന്തോഷത്തോടു കൂടിയാണ് ഓണം ആഘോഷിക്കുന്നത്. അല്ലാത്തവര് കഷ്ടപ്പെട്ട് ഓണം ആഘോഷിക്കുന്നു. നാളെ ഈ നമുക്ക് വരാൻ പോകുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. നിങ്ങൾ ഇന്ന് RCMനെ പൂർണ്ണമായിട്ടും ഏറ്റെടുത്ത് ജീവിതത്തിലെ അടുത്ത ഈ ഓണം വരുന്നതിന് മുമ്പ്, 2026 ഓണം വരുന്നതിന് മുമ്പ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് മാറ്റമാണ് ഉണ്ടാക്കുക, ഞാൻ സന്തോഷം, നേരത്തെ ഇവിടെ പറഞ്ഞു, സന്തോഷിക്കാനുള്ള വക എത്രത്തോളം കൂട്ടുന്നുവോ അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആ ഒരു ഉയർച്ച എന്ന് പറയുന്നത്.
അതിന് ഏറ്റവും നല്ല ഒരു പ്രസ്ഥാനമാണ് RCM എന്ന് പറയുന്നത്. അതിനെ ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാവണം. ഏറ്റെടുത്ത ആളുകളുടെ ജീവിതത്തിൽ ഏറ്റെടുത്ത ആളുകളാണ് ഇതിലിരിക്കുന്നവര്. പക്ഷെ ഒന്നും കൂടി നേരത്തെ പറഞ്ഞ പോലെ സജീവ് സാർ പറഞ്ഞ 5 പോയിന്റുകൾ വെച്ച് നമുക്ക് വേണമെങ്കിൽ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിലേക്ക് വരാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. നമ്മളിലേക്കല്ല നോക്കേണ്ടത്, നമ്മളിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മുടെ ആ 10 പേരറിയാവുന്ന ആളുകളുടെ ഒരു ഇതെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ഇന്ന് പൈസ കൊണ്ട് എന്താണ് അവരുടെ സന്തോഷം എന്താണ്, നമ്മുടെ സന്തോഷം എന്താണ്. നമ്മുടെ കയ്യില് ഇന്ന് സുഭിക്ഷമായിട്ട്, ഞാനൊക്കെ ഇന്ന് പണ്ടൊക്കെ ഒരു ഡ്രസ്സ് എടുക്കാൻ ഞങ്ങൾ പോവാറ് മാർക്കറ്റിലേക്കാണ്, ചന്തയില്. അവിടെ ഏറ്റവും കുറഞ്ഞ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇന്ന് അങ്ങനെ ഒരു സംവിധാനം ഇല്ല. ഒരു ഷർട്ട് മേടിക്കുന്നുണ്ടെങ്കിൽ 1000 രൂപ വരെ, ഒരു സാരി വാങ്ങുന്നുണ്ടെങ്കിൽ മിനിമം 1000 രൂപ വരെ. പക്ഷെ ആ സാരി ഇനി 10,000 രൂപ വരെ വാങ്ങും. 10 ലക്ഷത്തിന്റെ സാരി വാങ്ങാൻ കപ്പാസിറ്റി ആക്കി മാറ്റാൻ കഴിവുള്ള ഒരു പ്രസ്ഥാനമാണ് RCM എന്ന് നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. RCMല് നമ്മള് ഓണത്തിനൊക്കെ പാടുന്ന ഒരു പാട്ടുണ്ട്. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ, ആമതത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും മട്ടില്ലതാനും. ഒരു കാലത്ത് നിങ്ങൾ മനസ്സിലാക്ക, മാവേലി പറഞ്ഞത് കറക്റ്റായിട്ട് വരും. കാരണം ഇവിടെ RCM നമ്മുടെ നാട് വാഴുന്ന ഒരു കാലം വിദൂരമല്ല. ആ ഒരു സമയത്ത് എല്ലാവരും സന്തോഷത്തോടു കൂടി അന്ന് ആ മാവേലി എന്താണോ ചിന്തിച്ചിരുന്നത് അതിലും അപ്പുറത്ത് RCMൽ കൂടെ ഓരോ വ്യക്തികൾക്കും, ഈ നാട്ടിലുള്ള ഓരോ വ്യക്തികൾക്കും സാധിക്കുമെന്നുള്ള കാര്യത്തില് ഒരു സംശയമില്ല. കാരണം അത്രയും എന്താ പറയണ്ട, ജീവിതത്തില് സന്തോഷം തരുന്ന ഒരു പ്രസ്ഥാനമാണ് RCM എന്ന് പറയുന്നത്. ഇന്നലെ ഞാൻ തന്നെ എന്നെ വിലയിരുത്തിയ ഒരു സമയമാണ്. കാരണം ഒരുപാട് കഷ്ടതകളിൽ നിന്നും നമ്മള് ഇന്ന് ഇവിടെ സന്തോഷത്തിന്റെ നെറുകയിലെത്തി നിൽക്കുമ്പോ ആ ഈ RCM എന്ന് പറയുന്ന ഈ ഒരു 3 അക്ഷരം ഇല്ലാതിരുന്നെങ്കിൽ ഞാനും ഇന്നലെ ചിന്തിച്ചത് അവരെ പോലെ ഏറ്റവും വില കുറഞ്ഞ ഡ്രസ്സ് വാങ്ങി ഏറ്റവും ലളിതമായിട്ടുള്ള രീതിയിൽ ജീവിതം ഉന്തിത്തള്ളി ഓണം ആഘോഷിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നേനെ എന്നുള്ളതാണ് ഞാൻ ഇന്നലെ ചിന്തിച്ച ഒരു കാര്യം. ഇത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. നാളെ നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് RCM എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കുറച്ചു കാലം കഴിയുമ്പോ ഈ ഓണമൊക്കെ ആഘോഷിക്കുന്നത് നമ്മൾ വല്ല വിദേശ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ടൊക്കെ ആയിരിക്കും. കാരണം അത്രയും പ്രൊട്ടക്ഷനുള്ള ഈ ഒരു പ്രസ്ഥാനത്തിൽ നമ്മൾ അടിയുറച്ച് നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു ഓണത്തോടനുബന്ധിച്ച് നിങ്ങളോട് പറയാനുള്ളത്. ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഉണ്ടാക്കി തരാൻ പറ്റുന്ന ഈ ഒരു പ്രസ്ഥാനമാണ് RCM. അതിനെ മുറുകെ പിടിക്കുക. അപ്പൊ എന്നെ പരിചയപ്പെടുത്താം. പേര് ബിജു, കൊമ്പിടി ഞാമക്കൽ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട്, നല്ല രീതിയിൽ കോർഡിനേഷൻ ചെയ്യുന്ന പവർഫുൾ ലീഡർ സുധീർ സാറിനും ഈ ഒരു അവസരത്തിൽ സ്നേഹം അറിയിച്ചുകൊണ്ട്, മറ്റിതിലിരിക്കുന്ന എല്ലാ സഹപ്രവർത്തകർക്കും കൊമ്പിടി ഞാമക്കലിന്റെ എല്ലാ ടീമാംഗങ്ങൾക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട്, എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയുടെ ഓണം വരുന്ന ആളുകളിലും വലിയ രീതിയിലുള്ള സമ്പൽ സമൃദ്ധിയുടെ ഓണം ആഘോഷിക്കാൻ ഈശ്വരൻ സർവ്വ ഐശ്വര്യങ്ങളും നൽകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്, ഈ ഒരു അവസരത്തിൽ പ്രത്യേകം നമ്മുടെ മഹാനായ TCGക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, RCMലേക്ക് എനിക്കൊരു അവസരം തന്ന സജീവ് സാറിനും ഈ ഒരു അവസരത്തിൽ സ്നേഹം നൽകിക്കൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ഓക്കെ, ജയ് RCM, ഗുഡ് RCM. താങ്ക് യു ബിജു സാർ, വളരെ സന്തോഷം. അടിപൊളി മെസ്സേജ് തന്നെയാണ് നമുക്ക് ബിജു സാർ തന്നത്. എന്താണ് പറഞ്ഞത്? അതിൽ ഒറ്റ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നുള്ളൂ. അതായത് ഇന്ന് കാണം വിറ്റും ഓണം ഉണ്ണണം എന്നുള്ളൊരു പഴഞ്ചൊല്ല് നമുക്കുണ്ട്. ഇന്നും പല ആളുകളും ആ ഒരു രീതിയിലാണ് ഓണം ആഘോഷിക്കുന്നത്. ഇപ്പൊ പറഞ്ഞു, ഒരു മോതിരം